ഹലോ പ്രിയപ്പെട്ടവരെ, വാഹനം ഉള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഗോൾഡൻ കോർ സ്മാർട്ട് ബാറ്ററി ചാർജർ ആണിത്. ഇത് നമുക്ക് 12 വോൾട്ട് ബാറ്ററി അതുപോലെ തന്നെ 24 വോൾട്ട് ബാറ്ററിയും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓട്ടോ കട്ട് ഓഫ് സംവിധാനങ്ങൾ എല്ലാം ഇതിലുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന അലിഗേറ്റർ ക്ലിപ്പ് അതുപോലെ തന്നെ ഇതിൻ്റെ DC വയർ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതാണ് ഇതിൻ്റെ AC കോഡ് വയർ വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പുറകിലൊരു കൂളിംഗ് ഫാനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫാൻ ഓൺ ആവും. അപ്പോൾ ഈ നേരെ കാണുന്നതാണ് ഇതിൻ്റെ പവർ സ്വിച്ച്. ഈ റെഡ് കളറുള്ളതാണ് പുഷ് സ്വിച്ചാണ്. അത് ഓണോ ഓഫ് ആക്കാനുള്ളതാണ്. പിന്നെ തൊട്ട് താഴെ കാണുന്ന ഈ 12 വോൾട്ട് 24 വോൾട്ട് കാണുന്നത് നമുക്ക് 12 വോൾട്ട് ആണെങ്കിൽ നമ്മുടെ കാറ്, ബൈക്ക്, ഓട്ടോ, ജീപ്പ് അതിൻ്റെയൊക്കെ ബാറ്ററി 12 വോൾട്ടാണ്. അപ്പോൾ ആ സ്വിച്ച് അങ്ങോട്ട് സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി 24 കാണുന്ന നമുക്ക് ഹെവി വാഹനങ്ങളുടെയൊക്കെ ബാറ്ററി വരുന്നത് 24 വോൾട്ടാണ്. നമുക്ക് അങ്ങനെ മാറ്റി ചേഞ്ച് ചെയ്ത് വലിയ വാഹനങ്ങളുടെ ബാറ്ററി ചാർജ് ചെയ്യാം. പിന്നെ ഇത് ഓട്ടോ ഫാസ്റ്റ് എന്നൊരു സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ബാറ്ററിയിലേക്ക് ചാർജ് കയറാൻ വേണ്ടിയാണത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ, ഇത് ആംബിയർ മീറ്ററാണ്. നമ്മുടെ ബാറ്ററിയിൽ എത്ര ആംബിയറിലാണ് ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ബാറ്ററി ചാർജർ 1 ഇയർ വാറണ്ടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വാറണ്ടി കാർഡാണിത്. അപ്പോൾ നമുക്ക് ഇതുണ്ട്, ബൈക്കിൻ്റെ ബാറ്ററിയൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് നെഗറ്റീവ് പോസിറ്റീവ് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ 0 ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്തിട്ടില്ല. നമുക്കൊരു കാറിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ചാർജ് കയറുന്നത് എങ്ങനെയാണെന്നുള്ളതെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ കാറിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ക്ലിപ്പുകൾ കൊടുത്തിരിക്കുകയാണ്. റെഡ് ബ്ലാക്ക് നമ്മൾ മാറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ആദ്യം 0 ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ കറണ്ടിലേക്ക് പ്ലഗ് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കാം. ഇപ്പോൾ 10 ആംപിയറിലാണ് നമ്മുടെ വണ്ടി ഈ ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നത്. ഇനി ഇത് പുറകോട്ട് വരും, പുറകോട്ട് വന്ന് 0 ആകും. ഇത് അങ്ങനെ ബാറ്ററി ഫുള്ളാകുമ്പോഴത്തേനും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിക്കോളും. അങ്ങനെ വളരെ സേഫായിട്ട് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഓട്ടം കുറവുള്ള വണ്ടികളൊക്കെ വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ബാറ്ററി ചാർജർ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമാണ്. ഇത് കാറും മാത്രമല്ല, ബൈക്ക്, ജീപ്പ്, ഓട്ടോ എല്ലാം നമുക്കിതിൽ ചാർജ് ചെയ്യാൻ പറ്റും. 12 വോൾട്ട് ബാറ്ററിയുള്ള എല്ലാ വാഹനങ്ങളും. ഇനി ബസ്, ലോറിയൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ 24 മോഡിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് ബാറ്ററി അഴിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഫുൾ ചാർജ് ആകുമ്പോൾ കട്ട് ഓഫ് ആയിക്കോളും. അപ്പോൾ വലിയ ബാറ്ററി വരെ നമുക്ക് ഇൻവേർട്ടറിൻ്റെ ബാറ്ററിയൊക്കെ ഇതിൽ ചാർജ് ചെയ്യാം. 100H 200Hൻ്റെ ബാറ്ററിയൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. വാഹനമുള്ളവരൊക്കെ ഇത്ര ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ചിലപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിന് നമുക്ക് വണ്ടി എടുക്കുമ്പോഴായിരിക്കും ചാർജ് ഇല്ലാത്തത്. അപ്പോൾ ഈ ഒരു ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ബാറ്ററി ഫുള്ളാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാർജർ ഉണ്ടോ, ഇത് ഇങ്ങനെ ചാർജ് കയറിക്കൊണ്ടിരിക്കുവാണേ. അങ്ങനെ മൈനസ് ആയിട്ട് ചാർജ് വന്ന് ലാസ്റ്റ് ആ ഡിസ്പ്ലേയിൽ 0 ആകുമ്പോഴത്തേനും ബാറ്ററി ഫുള്ളാവും. ഏത് ബാറ്ററി വേണമെങ്കിലും നമുക്കിതിൽ ചാർജ് ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ആംബിയർ സെലക്ട് ആണ്. അതുകൊണ്ട് ചെറിയ ബാറ്ററി മുതൽ വലിയ ബാറ്ററി വരെ നമുക്കിതിൽ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂളിംഗ് ഫാൻ ആണെങ്കിലും ഏതെങ്കിലും രീതിക്ക് ഇത് ചൂടാവുകയാണെങ്കിൽ മാത്രമാണ് കൂളിംഗ് ഫാൻ ഓൺ ആകുന്നത്. എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പോഴത്തേനും കൂളിംഗ് ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യും. ബാറ്ററി ചാർജിങ് ഫുള്ള് കട്ട് ഓഫ് സിസ്റ്റം ഉണ്ട് ഇതിൽ.